പഞ്ചായത്തിലെ പുലിമലയ്ക്ക് സമീപം ആരംഭിക്കുന്ന റബ്ബർ ഫാക്ടറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇവിടെ റബ്ബർ ഫാക്ടറി ആരംഭിച്ചാൽ സമീപത്ത് തന്നെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുമെന്ന പരാതിയാണ് നാട്ടുകാർ ഉയർത്തുന്നത്. റബ്ബർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ 100ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. പിണ്ടിമന പഞ്ചായത്ത് 9-10 വാർഡുകളിലെ ജനങ്ങളാണ് ഇവിടെ ആരംഭിക്കുമെന്ന് പറയപ്പെടുന്ന ഫാക്ടറിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന്റെ നടുവിലെ റബ്ബർ ഫാക്ടറി ഇവരുടെ കുടിവെള്ള സ്രോതസ്സിനെ മലിനമാക്കുമെന്നതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പരാതി. 74 വീട്ടുകാരാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുള്ള റബ്ബർ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ സമീപത്തുള്ള പ്രധാന കുടിവെള്ള സ്രോതസ്സായ വെൺമണിമറ്റം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുളം മലിനമാക്കുമെന്നതാണ് ഇവിടെയുള്ള ജനങ്ങൾ പരാതിപ്പെടുന്നത്. റബ്ബർ ഫാക്ടറിയിൽ സ്വാഭാവികമായി പുറന്തള്ളാൻ സാധ്യതയുള്ള മലിനജലം നേരിട്ടോ അല്ലാതെയോ ഇവിടെയുള്ള കുളത്തിലെ വെള്ളത്തിലേക്ക് കലരുമെന്നാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. മാത്രവുമല്ല, റബ്ബർ ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദുർഗന്ധവും ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇതേക്കുറിച്ച് 9ാം വാർഡ് മെമ്പർ സീന ബേസിൽ, 10ാം വാർഡ് മെമ്പർ ഷെർമിന ഉബൈദ് എന്നിവർ ഇങ്ങനെ പ്രതികരിക്കുന്നു. പിണ്ടിമന പഞ്ചായത്തില് 9ാം വാർഡ് പുലിമല ഭാഗം, ഇത് ഹൈ ലെവൽ ഭാഗമാണ്. 9ാം വാർഡിൽ 387 കുടുംബത്തിനടുത്തും 1000 ശിഷ്ടം വോട്ടർമാരുണ്ട്. ഇത് 10ാം വാർഡാണ്. ഇപ്പുറത്ത് 10ാം വാർഡിലാണ് ഈ കമ്പനി തുടങ്ങുന്നത്. 9ാം വാർഡിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, വെൺമണിമറ്റം കുടിവെള്ള പദ്ധതി. അതിൻ്റെ അടുത്താണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഇത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് 162 കുടുംബത്തോളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. 2 അംഗൻവാടി ഉണ്ട്. പിന്നെ ഒത്തിരി ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ കമ്പനി ഇവിടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഒത്തിരി മലിനമാകുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകും. കമ്പനി തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. വേട്ടാമ്പാറ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിയതാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞത് അവർക്ക് ഇതിൻ്റെ ഒരു രേഖകളും ഇതുവരെയായിട്ട് ഇവിടെ തുടങ്ങണതിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവരോട് ഇവ പിണ്ടിമന പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് അയിരൂർപ്പാടം ഈ ഭാഗങ്ങൾ. ഇത്രയും അധികം റബ്ബർ തോട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് ഇത് തുടങ്ങണതിൻ്റെ ഒരു വികാരം എന്താണെന്നാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കാരണം ഇത്രയധികം അംഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, ഇത്രയധികം റബ്ബർ തോട്ടങ്ങളുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഇത് തുടങ്ങിയതിനെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെതായ പല സാധനങ്ങളും അവിടെയുള്ള ആയിട്ട് എൻ്റെ കയ്യിൽ മൊബൈലിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിന് ഏപ്രിൽ 7ാം തീയതി ഇവിടെ അയൽവക്കക്കാർ വിളിച്ചു പറഞ്ഞ് ഞാനവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ പല ഉപകരണങ്ങളും അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷീനുകളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് അവിടെ തുടങ്ങാൻ തന്നെയാണ് ഉദ്ദേശം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. വേട്ടമ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറിയാണ് ഇതെന്നും അവിടെ ജലമലിനീകരണം മൂലം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കാരണത്താൽ ഇവിടേക്ക് പ്രവർത്തനം മാറ്റിയതാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് ഏറെ ആശങ്കാകുലരാണ് ഇവിടെയുള്ളവർ. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ഇതിന്റെ താഴേക്കുള്ള വെള്ളം പോകുന്നത് അടുത്ത അംഗൻവാടിയുടെ കിണറിന്റെ സൈഡിൽ കൂടി പോയി പെരിയാർ വാലി കനാൽ മണ്ടിൽ ആണ് ചാടുന്നത്. അതിനൊപ്പം തന്നെ ആ മേഖലകളിൽ ഒത്തിരി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. കുട്ടികളും ഏകദേശം പ്രായമായ ഒത്തിരി പേർ താമസിക്കുന്നവരാണ് ഈ ഏരിയയിൽ. അവർക്ക് ശ്വാസമുട്ട് പോലെയുള്ള പല പല അസുഖങ്ങളുണ്ട്. ജലം വേട്ടമ്പാറയിൽ നിന്ന് അറിഞ്ഞത് ഈ കമ്പനിയുടെ ചുറ്റുവട്ടമുള്ള മേഖലകളിൽ ജലം മുഴുവൻ ബ്ലാക്ക് നിറത്തിൽ പോവുകയായിരുന്നു എന്നാണ് അറിയാനുണ്ടായ സാധ്യത. ഈ നാട്ടിലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംരംഭങ്ങൾക്കും ഞങ്ങൾ ഏതറ്റം വരെ പോയാലും അതിന് എന്ത് വില കൊടുത്തും അതിന് തടയും. ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. എന്നാൽ റബ്ബർ പാൽ ശേഖരിക്കുകയല്ലാതെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇവിടെ തുടങ്ങാൻ പദ്ധതിയിട്ടിട്ടില്ല എന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നതിന് അടിസ്ഥാനമില്ലെന്നും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ അനുവാദമില്ലാതെ വ്യവസായം ഒന്നും തന്നെ ആരംഭിക്കില്ല എന്നുമാണ് സ്ഥാപനമുടമ പ്രതികരിച്ചത്. തൊട്ടടുത്ത് തന്നെ കുടിവെള്ള സ്രോതസ് ഉണ്ടായിരിക്കെ മാലിന്യം പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള വ്യവസായത്തിന് അനുമതി നൽകാൻ
മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുവാദം നൽകില്ല എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇതിന് ഭംഗമുണ്ടാകുന്ന പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.